വെൽക്കം ടു കേരള PSC ഇലക്ട്രിക്കൽ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രീഷ്യൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ 22ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 42ാമത്തെ ക്വസ്റ്റ്യൻസ് വരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലോ ഫ്രം എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിൽ ബി ചോയ്സ് എ പൾസേറ്റിംഗ്, ബി കണ്ടിന്യൂസ്, സി ലോ പ്രഷർ ഹൈ വോളിയം, ഡി ഹൈ പ്രഷർ ലോ വോളിയം. സോ ആൻസർ എന്ന് പറയുന്നത് പൾസേറ്റിംഗ് ആണ്, ചോയ്സ് എ. അതേസമയം സെൻട്രിഫ്യൂഗൽ പമ്പിലാണെങ്കിൽ ഫ്ലോ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് ആൾസോ കാൾഡ് ആസ് ചോയ്സ് എ ജെറ്റ് പമ്പ്, ബി സബ്മേഴ്സിബിൾ പമ്പ്, സി പിസ്റ്റൺ പമ്പ്, ഡി സെൻട്രിഫ്യൂഗൽ പമ്പ്. സോ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് സി ആണ്, പിസ്റ്റൺ പമ്പ്. Next question, the changeover time in the semi-automatic star-delta starter will be decided by the choice A timer, B contactor, C operator, D hold-on coil. ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് സി ആണ്, ഓപ്പറേറ്റർ ആണ്. സെമി ഓട്ടോമാറ്റിക് കേസിൽ ഓപ്പറേറ്റർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് സ്റ്റാർ കണക്ഷനിൽ നിന്ന് എപ്പോൾ ഡെൽറ്റ കണക്ഷനിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യണമെന്ന്. അതേസമയം ഫുള്ളി ഓട്ടോമാറ്റിക്കിലാണെങ്കിൽ അത് തന്നെ ചെയ്യും. Next question, on metric HP is equal to choice A 735 watts, B 746 watts, C 75 watts, D 735 watts. ചോയ്സ് എയും ഡിയും റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. എന്നാൽ ആൻസർ എന്ന് പറയുന്നത് 735 വാട്ട്സ് ആണ്. ഇൻ ബ്രിട്ടീഷ് ഇമ്പീരിയൽ സിസ്റ്റം 1 HP എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്, അതായത് 745.7 വാട്ട്സ് ആണ്. ഇൻ മെട്രിക് സിസ്റ്റം 1 HP എന്ന് പറയുന്നത് 735 വാട്ട്സ് ആണ്. 26th ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ഇൻസ്റ്റാൾഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ട്രാൻസ്ഫോമർ. ചോയ്സ് എ ഹോൺ ഗ്യാപ്പ് ടൈപ്പ്, ബി എക്സ്പ്ലോഷൻ ടൈപ്പ്, സി തൈറൈറ്റ് ടൈപ്പ്, ഡി വാൾവ് ടൈപ്പ്. ആൻസർ ബി എക്സ്പ്ലോഷൻ ടൈപ്പ്. എക്സ്പ്ലോഷൻ ടൈപ്പ് ലൈറ്റ്നിങ് അറസ്റ്ററാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ട്രാൻസ്ഫോമറിന് യൂസ് ചെയ്യുന്നത്. 27th ക്വസ്റ്റ്യൻ, ദ ട്രേഡ് നെയിം ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് ചോയ്സ് എ അസ്കറൽ, ബി കാസ്ട്രോൾ, സി ഇൻഡെയിൻ, ഡി CRB. സോ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് എ അസ്കറൽ. 28th ക്വസ്റ്റ്യൻ, crackle test on transformer oil is to find out the presence of choice A air, B water, C gas, D oxide. Answer choice B water. 29th question, the purpose of a backup fuse is to provide protection against choice A overload, B underload, C high voltage, D ഷോർട്ട് സർക്യൂട്ട്. സോ ആൻസർ ഡി ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ബാക്കപ്പ് ഫ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 30th ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് സ്യൂട്ടഡ് MCB കാറ്റഗറി ഫോർ മോട്ടോർ പ്രൊട്ടക്ഷൻ ഈസ് ചോയ്സ് എ L സീരീസ് MCB, ബി G സീരീസ് MCB, സി DC സീരീസ് MCB, ചോയ്സ് ഡി L ഓഫ് G സീരീസ് MCB. സോ ആൻസർ എന്ന് പറയുന്നത് ബി G സീരീസ് MCB. അതുപോലെ L സീരീസ് MCB എന്ന് പറയുന്നത് പ്യുവർലി റെസിസ്റ്റീവ് ലോഡ്സിന് വേണ്ടിയിട്ടാണ്. ഹീറ്റർ ലോഡ്, അത് ഇൻകൻഡൻസ് ലാമ്പ് പോലത്തെ പ്യുവർലി റെസിസ്റ്റീവ് ആയ ലോഡിന് വേണ്ടിയിട്ടാണ് L സീരീസ് MCB യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇൻഡക്റ്റീവ് ലോഡ്സിന് വേണ്ടിയിട്ട്, മോട്ടോർ ലോഡ്സ് പോലത്തെ ഇൻഡക്റ്റീവ് ലോഡ്സിന് വേണ്ടിയിട്ട് G സീരീസ് MCB, DC സീരീസ് MCBs DC ലോഡ്സിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the capacitor in a capacitor type fan is shorted, the fan will choice A not run, B run slowly, C run fast, D run with noise. സോ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് എ ആണ്, നോട്ട് റൺ. അതായത് കപ്പാസിറ്റർ ടൈപ്പ് ഫാനിൽ കപ്പാസിറ്റർ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ടോക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കപ്പാസിറ്റർ ഷോർട്ട് ചെയ്യുന്നതിലൂടെ കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് ഇല്ലാതാവുകയാണ്, സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉണ്ടാകത്തില്ല, അതുകൊണ്ട് തന്നെ ഫാന് സ്റ്റാർട്ട് ചെയ്യത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ എ ഓവൻ ആസ് എ ഹീറ്റിംഗ് എലമെൻറ്റ് ഈസ് ചോയ്സ് എ കോപ്പർ, B
ബ്രാസ്, സി യുറേക്ക, ഡി നിക്രോം. സോ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് ഡി നിക്രോം. നിക്രോം വയറാണ് ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡി സി സീരീസ് ജനറേറ്റർ വെൻ കണക്റ്റഡ് സീരീസ് വിത്ത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ it will be called. Choice A, shunt generator, B, transmitter, C, a booster, D, an amplifier. ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് സി ആണ്, എ ബൂസ്റ്റർ. ഡി സി സീരീസ് ജനറേറ്റർ ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ബൂസ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡി സി ജനറേറ്റർ ദ ബ്രഷസ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ഡാഷ് for maximum efficiency. Choice A, GNA or geometrical neutral axis. Choice B, MNA or magnetic neutral axis. C, between GNA and MNA. D, none of this. സോ ആൻസർ എന്ന് പറയുന്നത് ബി എം എൻ എ ആണ്. മാഗ്നറ്റിക്കലി ന്യൂട്രൽ ആക്സിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രഷസ് പ്ലേസ് ചെയ്യുന്നത് സ്പാർക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the two primary parts of a squirrel cage induction motor are. Choice A, rotor and stator, B, stator and field, C, slip rings and brush, D, rotor and armature. സോ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് എ, റോട്ടർ ആൻഡ് സ്റ്റേറ്റർ. കൺഫ്യൂഷൻ വരരുത്, ചോയ്സ് ബിയും ഡിയും ഒക്കെ പാർട്ടുകൾ തന്നെയാണ്. സ്റ്റേറ്ററും ഫീൽഡും റോട്ടറും ആർമേച്ചറും എല്ലാം പാർട്സ് തന്നെയാണ്. പക്ഷേ മെയിൻ പ്രൈമറി ആയിട്ടുള്ള മെയിൻ പാർട്സ് എന്ന് പറയുന്നത്, രണ്ട് പാർട്സ് എന്ന് പറയുന്നത് റോട്ടറും സ്റ്റേറ്ററുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് മോട്ടോർ ഈസ് യൂസ്ഡ് ഇൻ എ ഫുഡ് മിക്സർ? ചോയ്സ് എ, ഡി സി ഷണ്ട് മോട്ടോർ, ബി യൂണിവേഴ്സൽ മോട്ടോർ, സി കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോർ, ഡി ഡി സി സീരീസ് മോട്ടോർ. സോ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് ബി ആണ്, യൂണിവേഴ്സൽ മോട്ടറാണ് നമ്മൾ മിക്സർ ഗ്രൈൻഡറിൽ ഉപയോഗിക്കുന്നത്. അതിന് സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കൂടുതലായിരിക്കും, നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസിഡിറ്റി ടെസ്റ്റ് ഓൺ ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രസൻസ് ഓഫ്. ചോയ്സ് എ, എയർ, ബി വാട്ടർ, സി ഗ്യാസ്, ഡി ഓക്സൈഡ്. സോ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് ഡി ഓക്സൈഡ്. സോ ഓക്സൈഡിൻ്റെ പ്രസൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അസിഡിറ്റി ടെസ്റ്റ് നടത്തുന്നത് ട്രാൻസ്ഫോമർ ഓയിലിൽ. ക്വസ്റ്റ്യൻ, the oil filled in the transformer tank is. Choice A, vegetable oil, B, crude oil, C, mineral oil, D, engine oil. Answer choice C, mineral oil. 39th question, the temperature gauge used in the transformer is to indicate the temperature of the. Choice A, windings, B, tank, C, core, D, oil. സോ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് ഡി, ഓയിൽ. ഓയിലിൻ്റെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ ഗോജ് ട്രാൻസ്ഫോമറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വിൽ ബി. ചോയ്സ് എ, ലെസ് ദാൻ 1, ചോയ്സ് ബി, യൂണിറ്റി, സി, മോർ ദാൻ 1, ഡി, നൺ ഓഫ് ദി അബോവ്. സോ ആൻസർ എന്ന് പറയുന്നത് മോർ ദാൻ 1 ആണ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. എപ്പോഴും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതലായിരിക്കും, അതേസമയം ഇൻപുട്ട് വോൾട്ടേജ് കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വാല്യൂ എപ്പോഴും 1നേക്കാളും കൂടുതലേ വരത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രിപ്പിംഗ് ഡിവൈസ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് യൂസ്ഡ്, നെയിംലി. ചോയ്സ് എ, HRC ഫ്യൂസ്, B, MCB, C, glass fuse, D, circuit breaker. സോ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് ഡി ആണ്, സർക്യൂട്ട് ബ്രേക്കർ. സോ കൺഫ്യൂഷൻ വരരുത്, MCBയും ട്രിപ്പിംഗ് ഡിവൈസ് തന്നെയാണ്, പക്ഷേ ഇതിന് കോമൺ ആയിട്ട് പറയുന്ന പേര് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. MCB എന്ന് പറയുമ്പോൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, അത് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ ട്രിപ്പിംഗ് ഡിവൈസസ് എല്ലാം സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അണ്ടറിൽ വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് കണ്ടിന്യൂറ്റി ടെസ്റ്റ് in an installation the Megger indicated reading is. Choice A, 0 mega ohms, B, 500 mega ohms, C, infinity mega ohms, D, 1 mega ohms. So answer എന്ന് പറയുന്നത്
ചോയ്സ് എ ആണ്. 0 മെഗാ ഓംസ് ആണ്. കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പം റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് തന്നെ 0 മെഗാ ഓംസ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് 2005 നടത്തിയ ഇലക്ട്രീഷ്യൻ എക്സാംസിന് ചോദിച്ച 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാലൻസ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക്